റേഡിയോയിലെ തമാശ രാമന്മാർ. ഇന്നലെ അമ്മ ടോട്ടോച്ചാനോട് പറഞ്ഞു, ടോട്ടോ, ഇനി മുതൽ നീ റേഡിയോയിലെ ഫലിത പരിപാടി കേൾക്കാൻ പാടില്ല, മനസ്സിലായോ? അവൾ ആകെ സ്തംഭിച്ചു പോയി. തടിയിൽ ആഡംബരപൂർവ്വ പണിഞ്ഞെടുത്ത കൂറ്റൻ റേഡിയോകളാണ് ആ കാലത്തുണ്ടായിരുന്നത്. ദീർഘചതുരാകൃതിയിലുള്ള ഇവയുടെ മുകൾ ഭാഗത്ത് വട്ടത്തിലുള്ള ഒരു കമാനമുണ്ടായിരിക്കും. പിങ്ക് നിറമുള്ള സിലിക്കിൽ പൊതിഞ്ഞ് ചിത്രപ്പണികളോട് കൂടിയ ഒരു വലിയ സ്പീക്കറിലൂടെയാണ് ശബ്ദം പുറത്തുവരിക. ആകെ 2 നോബുകളെ ഉണ്ടാകും. ഫലിത പരിപാടിയിലെ തമാശ രാമന്മാരെ ടോട്ടോച്ചാന് പണ്ടു തൊട്ടേ ഇഷ്ടമായിരുന്നു. സ്കൂളിൽ പോയി തുടങ്ങുന്നതിന് മുൻപ് തന്നെ അവരുടെ പരിപാടി അവൾ കേട്ട് ശീലിച്ചിരുന്നു. സ്പീക്കറിലെ പിങ്ക് സിൽക്കിൽ ചെവി ചേർത്ത് വെച്ച് അവൾ ശ്രദ്ധിക്കും. അവർ പറയുന്നതൊക്കെ അപാരമായ തമാശകളായാണ് അവൾക്ക് തോന്നിയത്. അത് കേൾക്കുന്നതിന് ഇന്നലെ വരെ അമ്മ എതിർപ്പൊന്നും പറഞ്ഞിട്ടില്ല. ഇന്നലെ ഒരു സംഭവമുണ്ടായി. അച്ഛൻ്റെ ഓർക്കസ്ട്രയിലെ ചില സുഹൃത്തുക്കൾ രാത്രി വീട്ടിൽ വന്നിരുന്നു. സ്ട്രിംഗ് ക്വാർട്ടറ്റ് പരിശീലിക്കാനായിരുന്നു അവർ വന്നത്. ടോട്ടോച്ചാൻ, നോക്ക്, താച്ചിബാനമ്മാവൻ നിനക്ക് വാഴപ്പഴം കൊണ്ടുവന്നിരിക്കുന്നു, അമ്മ പറഞ്ഞു. പെരുത്തു സന്തോഷത്തിലായ ടോട്ടോച്ചാൻ അച്ഛനോടൊപ്പം സെല്ലോ വായിക്കുന്ന താച്ചിബാനയെ ഭവ്യതയോടെ വണങ്ങിയ ശേഷം അമ്മയെ നോക്കി ഒരു കാച്ചങ്ങി കാച്ചി. ഈ വാഴപ്പഴം അസല് തന്തക്കൊല്ലി സാധനമാണല്ലോ. തുടർന്ന് തമാശ രാമന്മാരുടെ പരിപാടി അവൾക്ക് അച്ഛനും അമ്മയും പുറത്തു പോകുന്ന സമയം നോക്കി രഹസ്യമായി കേൾക്കേണ്ടി വന്നു. നടന്മാർ നല്ല മൂഡിലായിരിക്കുമ്പോൾ ടോട്ടോച്ചാൻ തലയെറിഞ്ഞ് ചിരിക്കാൻ തുടങ്ങും. മുതിർന്ന ആരെങ്കിലും ആ ദൃശ്യം കാണുകയാണെങ്കിൽ മുഖത്ത് വിരൽ വെച്ച് പോകും. ഇത്ര കടുത്ത വക്രോക്തികൾ ഈ പിഞ്ചു കുഞ്ഞിന് എങ്ങനെ മനസ്സിലാകുക എന്നായിരിക്കും അവരുടെ ചിന്ത. കുട്ടികൾക്ക് സഹജമായ ഫലിതബോധമുണ്ടെന്നും പലരും മനസ്സിലാക്കാറില്ല. എപ്പോഴാണ് ചിരിക്കേണ്ടതെന്ന് കുട്ടികൾക്കറിയാം. ഏതു പറക്കമുറ്റത്തെ പ്രായത്തിലുമായിക്കോട്ടെ, ശരിയായ ഫലിത കടന്നു വരുമ്പോൾ അവർ അറിഞ്ഞു ചിരിക്കും.